ഹൈ ഫ്രണ്ട്സ്, വരും ദിവസങ്ങളിൽ ഫ്ലിപ്കാർട്ടിനകത്ത് ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിനകത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഇങ്ങനെ രണ്ട് ഓഫറുകൾ വരികയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരികയാണ്. ഈ ഓഫറിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലരും. അപ്പോൾ ഓഫറിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ പറ്റിക്കപ്പെട്ടേക്കാം. പല ഷോപ്പിംഗ് സൈറ്റുകളും കാണിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഓഫർ പ്രൈസിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ സാധനത്തിൻ്റെ പ്രൈസ് വളരെയധികം കൂട്ടിയ ശേഷം ഈ ഓഫർ തുടങ്ങുന്ന ആ ദിവസം പ്രൈസ് വീണ്ടും പഴയ നോർമൽ പ്രൈസിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് കാണുന്ന പ്രൈസ് ഹിസ്റ്ററിയെ പറ്റി അധികം അറിയാത്ത കസ്റ്റമേഴ്സ് കരുതുക, ഇത്രയും വില കൂടിയ സാധനം ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ ലഭിക്കുകയല്ലേ, അത് നമുക്കിപ്പോൾ ഒരു നല്ല ഓഫറാണല്ലോ എന്ന് കരുതി ആളുകൾ പർച്ചേസ് ചെയ്യാൻ നോക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഒരു MRP പ്രൈസ് ഉണ്ടായിരിക്കും. ഈ MRP പ്രൈസിലല്ല സാധാരണ നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത്. ഒരു മൊബൈൽ ഫോണിന്റെ വില 25,000 രൂപയാണ് MRP പ്രൈസ് എന്ന് കരുതുക. പക്ഷേ ഈ MRP പ്രൈസിലല്ല ഓൺലൈനിൽ സാധനം വിൽക്കുക. ഷോപ്പിൽ നമ്മൾ കടകളിലാണെങ്കിലും MRP പ്രൈസിലല്ല വിൽക്കുക, അതിൽ നിന്നും കുറഞ്ഞായിരിക്കും വിൽക്കുക. അതായത് ഇപ്പോൾ ഒരു 25,000 രൂപ MRP ഇട്ടിരിക്കുന്ന സാധനം ഒരു 20,000 രൂപ, ഒരു ഉദാഹരണം മാത്രമാണ്, കറക്റ്റ് ഫിഗർ ആയിട്ട് എടുക്കണം. 25,000 രൂപ MRP ഇട്ടിരിക്കുന്ന ഒരു സാധനം 20,000 രൂപയ്ക്കായിരിക്കും സെല്ലിംഗ് പ്രൈസ് കൊടുത്ത് വിൽക്കുക. അപ്പോൾ 20,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സാധനം ഈ ഒരു ഓഫറൊക്കെ വരുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുൻപേ ഇവർ ഇത് കൂട്ടും. ഒരു 25,000 രൂപയിലേക്കും കൂട്ടും. ഇപ്പോൾ MRPയിലേക്ക് കൂട്ടും. അല്ലെങ്കിൽ 20,000 എന്നുള്ള 23,000, 24,000, 25,000 ഒക്കെ ആയിട്ടും കൂട്ടും. കൂട്ടിയ ശേഷം ഈ ഓഫർ തുടങ്ങുന്ന അന്നേ ദിവസം ഇവർ ചെയ്യുന്നത്, ഇത് വീണ്ടും ഈ കൂടി നിൽക്കുന്ന MRPയിൽ നിന്നും പഴയ സെല്ലിംഗ് പ്രൈസിലേക്ക് അങ്ങ് ഡൗൺ ചെയ്യും. അതായത് 25,000 രൂപ ഇവർ MRP ആക്കി വെച്ചിരുന്നത് വീണ്ടും പഴയ 20,000 രൂപ സെല്ലിംഗ് പ്രൈസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പെട്ടെന്ന് ഇത് കാണുന്ന കസ്റ്റമർ കരുതുന്നത് 5,000 രൂപ ഓഫർ അല്ലെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ആണ് എന്നായിരിക്കും കരുതുക. 25,000 രൂപയുടെ ഫോൺ നമുക്ക് 20,000 രൂപയ്ക്ക് കിട്ടുകയല്ലേ എന്നാണ് കരുതുക. പക്ഷേ ആക്ച്വലി അവിടെ 1 രൂപ പോലും നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ 1 രൂപ പോലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ കൂട്ടിയത് MRP പ്രൈസിലേക്ക് കൂട്ടിയ ശേഷം, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ അത് കൂട്ടിയ ശേഷം വീണ്ടും അവരെ പഴയ സെല്ലിംഗ് പ്രൈസിലേക്ക് 20,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടുന്ന സാധനം വീണ്ടും ആ 20,000ത്തിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ തൽഫലത്തിൽ അവിടെ 1 രൂപ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ല, 1 രൂപ പോലും നിങ്ങൾക്ക് കൊണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പ്രൈസ് ഒന്നുകിൽ വാങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നോക്കി വെച്ചിരിക്കുക. അത്തരം നോക്കി അത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോഡക്റ്റുകളുടെയൊക്കെ പ്രൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതായത് ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ആമസോൺ പ്രൈസ് ട്രാക്കർ എന്നല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പ്രൈസ് ട്രാക്കർ എന്നൊക്കെ സെർച്ച് ചെയ്തതിന് ഒരുപാട് വെബ്സൈറ്റ് വരും. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ലിങ്ക് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഇന്നേ വരെ ലോഞ്ച് ചെയ്ത് ഇന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പ്രൈസ് കാണിക്കും. ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ഇത്ര ദിവസം ഈ പ്രൈസ് നിൽക്കുകയാണ്, ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ഹിസ്റ്ററി എത്രയാണ്, ഇപ്പോൾ ഇത് കൂടി നിൽക്കുകയാണോ കുറഞ്ഞ് നിൽക്കുകയാണോ എന്നുള്ള എല്ലാ ഹിസ്റ്ററിയും അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നതാണ്, മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത ആൾക്ക് സോപ്പ് പെട്ടി ഡെലിവറി ചെയ്തു, അല്ലെങ്കിൽ ഇഷ്ടിക ആണ് അത് വന്നതെന്നൊക്കെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിൽ നിങ്ങളും പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് കാലം ശ്രദ്ധിക്കണം. ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും റെപ്യൂട്ടഡ് കമ്പനികളാണ്. പക്ഷേ ഇത്തരത്തിൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തിരിമറികൾ നടക്കാം. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, മെയിനായിട്ട് സാധനം ഓർഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്ലിപ്കാർട്ടിനകത്താണെങ്കിൽ ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ബാഡ്ജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആമസോൺ ആണെങ്കിൽ ആമസോൺ ഫുൾഫിൽഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ ആണെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി സംവിധാനം കൊടുക്കുന്നുണ്ട്. അതായത് ബോക്സ് തുറന്ന് നോക്കി, ഇപ്പോൾ ഡെലിവറി കൊണ്ടുവരുന്ന ആൾ നമ്മുടെ മുന്നിൽ വെച്ച് ബോക്സ് തുറന്ന് വെരിഫൈ ചെയ്ത ശേഷം മാത്രം സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പല പ്രോഡക്റ്റുകൾക്കും അത്തരത്തിലുള്ള ഓപ്പൺ ബോക്സ് ഡെലിവറി അവൈലബിൾ അല്ല. അത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആ ഡെലിവറി പാർട്ട്ണറുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയ ആ നിമിഷം മുതലുള്ള ഒരു വീഡിയോ കട്ടുകളൊന്നുമില്ലാതെ സിംഗിൾ ഷോട്ട്, സിംഗിൾ ഫയലായിട്ട് റെക്കോർഡ് ചെയ്യുക മൊബൈലിൽ. നിങ്ങളെ പെട്ടി അയാളുടെ കയ്യിൽ നിന്ന് കാർഡ്ബോർഡ്, ബ്രൗൺ കളർ കാർഡ്ബോർഡ് പെട്ടി വാങ്ങി അത് കീറി അൺബോക്സ് ചെയ്ത് സാധനം പുറത്തെടുത്ത് മൊബൈലാണെങ്കിൽ അത് ഓൺ ആക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈലിനകത്ത് പൗസ് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്ത് സിംഗിൾ ഫയലായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അതൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ലീഗലി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെളിവായിട്ട് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കതൊരു തെളിവായിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ്, ഏതൊരു സാധനം വാങ്ങുന്നതിന് മുമ്പായിട്ടും അതിൻ്റെ റേറ്റിംഗ് റിവ്യൂ ഒക്കെ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് പെയ്ഡ് റേറ്റിംഗും പെയ്ഡ് റിവ്യൂ ഒക്കെ സാധനങ്ങൾക്ക് ഇടാറുണ്ട്. ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും പ്രോഡക്റ്റിന്റെ പേജിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട്
മുൻപ് ഈ സാധനം ഇതേ സാധനം വാങ്ങിയ ആളുകളുടെ ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവർ വാങ്ങി ഉപയോഗിച്ച അവരുടെ അനുഭവം അവിടെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം അവരുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് അവർ അറിയിച്ചിരിക്കുന്നത്. നമുക്കത് ഒരുപക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴത്തേക്കും അത് യൂസ്ഫുൾ ആയേക്കാം. നമുക്ക് ആ ഒരു സാധനത്തെ കറക്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് കമ്പനികൾ, ഒരുപാട് ലോക്കലായിട്ടുള്ള സെല്ലർമാരൊക്കെ പെയ്ഡ് റിവ്യൂ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു യൂസർ റിവ്യൂ ഒക്കെ വായിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഓഫറിൽ സാധനം വാങ്ങുന്ന സമയത്ത് ഒരുപാട് ബാങ്ക് ഓഫറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിനകത്താണെങ്കിൽ HDFC ബാങ്ക്, ആമസോണിനകത്താണെങ്കിൽ SBI ബാങ്ക്. ഈ രണ്ട് ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും. ഡെബിറ്റ് കാർഡിന് വലിയ ഓഫറൊന്നുമില്ല, പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്ര ക്രെഡിറ്റ് കാർഡൊക്കെ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പോൾ ആപ്പിൾ പോലെയുള്ള വലിയ പ്രമുഖരായിട്ടുള്ള കമ്പനികളുടെയൊക്കെ, അതായത് ഇപ്പോൾ കാത്തിരിക്കുന്ന ചില ഫോണുകളുണ്ടല്ലോ, ഇപ്പോൾ ഐഫോൺ, അതുപോലെ തന്നെ സാംസങ്ങിനാണെങ്കിൽ S23, S24 ആ സീരീസിലുള്ള ഫോണുകൾ, അത്തരത്തിലുള്ള പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഓഫർ മിക്കവാറും രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു സമയങ്ങളിലൊക്കെ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. മാത്രമല്ല ഓഫർ സമയത്ത് വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഐറ്റം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് നിമിഷ നേരം കൊണ്ട് തന്നെ സെല്ലായി പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നേരത്തെ തന്നെ അതൊക്കെ മുൻകൂട്ടി കണ്ട് കാത്തിരുന്ന ആ ഓൺ ദ സ്പോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് ലാഭമായിട്ട് കിട്ടും. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ ആ ഒരു ഫസ്റ്റ് കൊടുത്ത ആ ഒരു പ്രൈസിലൊന്നും കൊടുക്കത്തില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വീണ്ടും പ്രൈസ് കുറേശ്ശെ കൂട്ടാൻ നോക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ കൊടുത്തത് ഒരു 90,000 രൂപയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം അത് നേരെ 1 ലക്ഷത്തിലോട്ട് കൂട്ടും, അല്ലെങ്കിൽ ഒരു 10,000 20,000 രൂപ വെച്ച് തൊട്ട് ദിവസങ്ങളിൽ കൂട്ടിയായിരിക്കും കൊണ്ടുപോകുക പിന്നീട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ്, ഒരു ഫ്ലാഗ്ഷിപ്പ് സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഓഫറിന്റെ ടൈമിൽ തന്നെ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ആ ഒരു പ്രൈസിന്റെ കാര്യം. നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുന്നെങ്കിലും, അതിപ്പോൾ ഓഫർ ടൈമിൽ വാങ്ങുമ്പോഴും അല്ലാത്ത ടൈമിൽ വാങ്ങുമ്പോഴും ഒക്കെ ജസ്റ്റ് ഈ ഒരു ഹിസ്റ്ററി ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ വാങ്ങുന്നത് നിലവിലുള്ള പ്രൈസിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ കറക്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.